വധശിക്ഷ ശരിവെച്ചു എന്ന വാർത്ത ഇപ്പോൾ വരികയാണ്. ജിഷ വധക്കേസിലെ വധശിക്ഷ ശരിവെച്ചു എന്ന വാർത്ത ഇപ്പോൾ വരികയാണ്. എന്തായാലും പ്രോസിക്യൂഷൻ വലിയ വിജയം. ഈ അവസ്ഥയിൽ വധശിക്ഷ ഒഴിവാക്കണം, വെറുതെ വിടണം, അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിവാക്കി വെറുതെ വിടണം എന്ന പ്രതിയുടെ ആവശ്യം തള്ളുകയാണ്. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിൻ്റെ വധശിക്ഷ ശരിവെക്കുന്നു ഹൈക്കോടതി. അത് സാങ്കേതികമാണെന്ന് പറയുമ്പോൾ അമീറുൽ ഇസ്ലാം കഴിമരത്തിലേക്ക് ഉള്ള ദൂരം കുറയുന്നു എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാക്കാൻ. ജഡ്ജി ചേംബറിൽ അല്പസമയം മുൻപാണ് എത്തിയത്. ഇന്ന് മറ്റു വാദങ്ങളോ പ്രതിവാദങ്ങളോ ഒന്നുമില്ല, വാദങ്ങളൊക്കെ അതിൽ പൂർത്തിയായതായിരുന്നു. ജിഷ വധക്കേസ് എന്ന മലയാള മനസാക്ഷിയെ, ഒരുപക്ഷെ രാജ്യ മനസാക്ഷി തന്നെ ഞെട്ടിച്ച ഒരു വലിയ കൊലപാതകത്തിൻ്റെ, ഒരു വലിയ ബലാത്സംഗ കൊലപാതകത്തിൻ്റെ അതിൻ്റെ ഏറ്റവും അടിയന്തരമായ, ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട ഘട്ടം അത് ഹൈക്കോടതി സാങ്കേതികമായി പെട്ടെന്ന് വധശിക്ഷ നടപ്പാക്കാനുള്ള അനുവാദം തേടിയ അനുവാദത്തെ ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവാണ്. ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, വധശിക്ഷ ശരിവെക്കുകയാണ്, അത് അപ്രതീക്ഷിതവുമല്ല. ശ്രീകാന്ത്, ഏറ്റവും സുപ്രധാനമായ വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. അതായത് പ്രതി അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചിരിക്കുന്നു. നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ പ്രതിക്ക് തൊട്ടു പിന്നാലെ ഇപ്പോൾ പ്രതിയുടെ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിയുടെ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നു ഹൈക്കോടതി. ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് PB സുരേഷ് കുമാറിന്റെയും ജസ്റ്റിസ് S മനുവിന്റെയും ഡിവിഷൻ ബെഞ്ചാണ് ഈ പ്രതിയുടെ വധശിക്ഷ ശരിവെച്ചിരിക്കുന്നത്. പ്രതിക്ക് ഹൈക്കോടതിയിൽ നിന്നും ആനുകൂല്യം ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സർക്കാർ എന്താണോ ആവശ്യപ്പെട്ടത്, ഈ വധശിക്ഷ നടപ്പാക്കാൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം എന്തായിരുന്നു, ആ ആവശ്യം നടപ്പായിരിക്കുന്നു. സർക്കാരിന്റെ ആവശ്യം ഹൈക്കോടതി ചെവിക്കൊണ്ടിരിക്കുന്നു. പ്രതിക്ക് വധശിക്ഷ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പ്രധാനപ്പെട്ട വിധിയാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. അതായത് പ്രതിക്ക് ഇളവൊന്നും തന്നെയില്ല, തന്നെ കുറ്റവിമുക്തനാക്കണം, തന്റെ ശിക്ഷ റദ്ദാക്കണം എന്ന അമീറുൽ ഇസ്ലാമിന്റെ ഈ കേസിലെ പ്രതിയുടെ അസം സ്വദേശിയുടെ ആവശ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൂടി തള്ളിയിരിക്കുന്നു. കുരുക്ക് മുറുകുന്നു അമീറുൽ ഇസ്ലാമിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസിന്റെ നാൾവഴികളിലേക്ക് പോവുകയാണെങ്കിൽ 2016 ഏപ്രിൽ 28 രാത്രി 8 മണിയോടെ പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലെ കനാൽ പുറമ്പോക്കിലുള്ള ഒറ്റമുറി ഷെഡിൽ ജിഷയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. അതാണ് ആദ്യത്തെ സംഭവം, നാടിനെ നടുക്കിയ സംഭവം. 2016 ഏപ്രിൽ 30 പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിക്കുന്നു. 2016 മെയ് 4 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്താകുന്നു. ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ശരീരത്തിൽ 38 മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പെരുമ്പാവൂർ ഡിവൈഎസ്പിയെ മാറ്റി അനിൽകുമാറിനെ ഒഴിവാക്കിക്കൊണ്ട് ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പിക്ക് ചുമതല നൽകുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇതിൽ കയറ്റവും ഇറക്കവും ഒക്കെ വന്ന ഈ കേസിൽ ഏറ്റവും ഒടുവിലായി വരുമ്പോൾ 2017 ഡിസംബർ 6 അന്തിമവാദം പൂർത്തിയാകുന്നു. ഡിസംബർ 12 അമീറുൽ ഇസ്ലാമിനെ കുറ്റക്കാരനെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കുന്നു. ഡിസംബർ 14 അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വിധിക്കുന്നു. അതിനും ശേഷം ഇത്ര കാലം കാത്തിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് 2016 ഏപ്രിൽ 28 നടന്ന കൊലപാതകമാണ്. അതിനുശേഷം ഇത്രയും നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ഹൈക്കോടതി കൂടി ഈ വധശിക്ഷ ശരിവെക്കുന്നത്. സാങ്കേതികമായ നടപടിയാണത്. കീഴ്ക്കോടതി വിധിക്കുന്ന വധശിക്ഷ അത് നടപ്പിലാക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ കൂടി അനുമതി വേണം. അതിപ്പോൾ ഹൈക്കോടതി കൂടി ശരിവെച്ചിരിക്കുന്നു. സുപ്രധാനമായ വിധി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്നു. അല്പസമയത്തിനകം ജിഷയുടെ മാതാവും അതോടൊപ്പം തന്നെ അഭിഭാഷകനും ഒരുപക്ഷെ പ്രതികരിക്കാൻ തയ്യാറായേക്കും. അല്പസമയത്തിനകം ആ പ്രതികരണം കൂടി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അമീറുൽ ഇസ്ലാമിന് ഒരിളവും നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല, ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല. കൊലമരത്തിലേക്ക് തന്നെയെന്ന് ഹൈക്കോടതിയും അടിവരയിടുന്നു. ശ്രീകാന്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. പ്രതി അമീറുൽ ഇസ്ലാം തൂക്കുകൾ ഉറപ്പിക്കുന്നു. വിചാരണ കോടതി ഉറപ്പിച്ചതാണ്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അതിൽ ഡിവിഷൻ ബെഞ്ചിലേക്ക് എത്തുമ്പോൾ ആ വധശിക്ഷ ശരിവെക്കുകയാണ്. പ്രോസിക്യൂഷന് വലിയ വിജയം.